എൻ്റെ എല്ലാ കൂട്ടുകാരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ചോറിനും കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല തോരൻ, പച്ച തക്കാളി കൊണ്ടുള്ള ഒരു തോരൻ. അല്പം പുളിയുള്ള ഈ തോരൻ ചോറിനും കഞ്ഞിക്കും ഒക്കെ വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ഈ തോരൻ ഉണ്ടാക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പച്ചത്തക്കാളി തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 5 പച്ചത്തക്കാളിയും 2 പഴുപ്പ് കുറഞ്ഞ തക്കാളിയാണ്. ഈ പഴുത്ത തക്കാളി വേണമെന്നൊരു നിർബന്ധവും ഇല്ല. ഞാനിതൊരു കളറിന് വേണ്ടിയിട്ട് പഴുപ്പ് കുറഞ്ഞ തക്കാളിയും കൂടെ എടുത്തന്നേ ഉള്ളൂ. 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി. ഇത് ചെറിയ അല്ലിയാണ്, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. വലുതാണെങ്കിൽ ഒരു 2 3 മതി. ഒരു 25 ചുവന്നുള്ളി. ഇതിലൊരു 3 എണ്ണം അരപ്പിന് വേണ്ടിയിട്ടുള്ളതും ബാക്കി നമുക്ക് ചതച്ചോ അരിഞ്ഞോ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതും ഒരു കളറിന് വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് നീളത്തിലോ കുറുകയോ അങ്ങനെ വേണേലും അരിയാം. ഞാനിതിപ്പോൾ ഇച്ചിരി നീളത്തിലാണ് അരിയുന്നത്. ഒത്തിരി കനം കുറയ്ക്കണ്ട. ഇതുപോലെ ഇത് വെന്തുടയുന്നതാണ്, അതുകൊണ്ട് ഒത്തിരി കനം കുറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നമുക്ക് ബാക്കി തക്കാളിക്കായും കൂടെ അരിഞ്ഞെടുക്കാം. തക്കാളി അരിഞ്ഞ് വെച്ച് ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഇത് ഇത്ര നീളമുള്ളതുകൊണ്ട് ഒന്ന് നീളം കുറച്ചിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. തക്കാളി നീളത്തിൽ അരിഞ്ഞുകൊണ്ടാണ് ഈ മുളകും ഇതെല്ലാം നീളത്തിൽ തന്നെ അരിയുന്നത്. നമുക്ക് ഉള്ളി അതുപോലെ അരിഞ്ഞെടുക്കാം. ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിനുള്ള ഒന്ന് ചതച്ചെടുക്കാം. അതിനായിട്ട് 3 ചുവന്നുള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കാം. ചതച്ചെടുക്കാൻ എളുപ്പമുണ്ട്, ഒത്തിരി അരയണ്ട. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് വെള്ളം ഒഴിക്കാതെ വേണം ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. അരപ്പൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചൂടായൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം.
വെളുത്തുള്ളി, ഇഞ്ചി, ഇതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളകും കൂടെ ചേർക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഈ പച്ചത്തക്കാളിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡന്റുകൾ ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പച്ചത്തക്കാളി ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്തുനിന്ന് അല്പം വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇതിന് ഒട്ടും വെള്ളം ചേർക്കരുത്. തീ ഒന്ന് കൂട്ടി കൊടുക്കണം. തക്കാളി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് വേണം അതിലേക്ക് അരപ്പ് ചേർക്കാനായിട്ട്. തക്കാളി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള ചേർത്താൽ മധുരിപ്പ് കൂടും. അതുകൊണ്ടാണ് ഇതിനകത്ത് ചുവന്നുള്ളി തന്നെ ചേർക്കുന്നത്. ചുവന്നുള്ളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് ചെറുതീയിൽ അടച്ചു വെക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് വെള്ളം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് അടിക്ക് പിടിക്കാതെ, ഈ തക്കാളിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. തീ ഏറ്റവും കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം. വീണ്ടും നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഈ തക്കാളി വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റോളമായി. ഇനി നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം ഒഴിക്കാതെ വെച്ചതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പം നമ്മൾ ചെറുതീയിൽ വെച്ചതുകൊണ്ടാണ്. ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇത് വെന്ത് ഒത്തിരി തക്കാളി പഴുത്തത് ഉടയുന്ന പോലെ ഉടയണ്ട. ഇതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് നോക്കണം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ പുറമേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ടീസ്പൂണിൽ താഴെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പം കറിവേപ്പിലയും കൂടെ മുറിച്ചിട്ട് തീ ഓഫ് ചെയ്ത് അല്പസമയം ഒന്ന് മൂടി വെക്കാം. പച്ചവെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഒഴിച്ച് 2 മിനിറ്റ് മൂടി വെച്ചതാണ്. ഇനിയൊന്ന് നോക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പച്ച തക്കാളി തോരൻ റെഡിയായി.
ഇത് ചോറിന് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.